ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ രാവിലെ തന്നെ നല്ല തണുപ്പൊക്കെ അടിച്ച് ബസ്സിലെ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ സൈറ്റിൽ പോവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീട് കട്ടപ്പനയിലാണ്. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഞാൻ കുമളി വരെ വന്ന് രണ്ടാമത്തെ ബസ് കയറി വണ്ടിപ്പെരിയാർ വന്നിറങ്ങണം. അപ്പോൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് നമ്മൾ സത്രം പോകുന്ന റൂട്ടില്ലേ, അവിടെ അരണക്കലാണ് കേട്ടോ എൻ്റെ സൈറ്റ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ വണ്ടിപ്പെരിയാറിൽ നിന്ന് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റിൻ്റെ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞങ്ങളങ്ങനെ സൈറ്റിൽ പോവാണ്. അങ്ങനെ വണ്ടിപ്പെരിയാറിൽ നിന്ന് കാപ്പുകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ സൈറ്റിൽ പോവാണ്. ദാ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ കോൺട്രാക്ടർ. ആളുടെ പേര് സന്തോഷ് എന്നാണ്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദാ ഈ സ്ഥലമൊക്കെ നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ടേ നല്ല പച്ചപ്പൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കുന്നു. നിങ്ങൾക്ക് ആ ദൂരെ വീടും കുറച്ച് വെള്ളങ്ങളൊക്കെ കാണാൻ പറ്റുമോ? ആക്ച്വലി അതുവഴിയാണ് കേട്ടോ മുല്ലപ്പെരിയാറിലെ വെള്ളമൊക്കെ വരുന്നത്. ഡാം പൊട്ടിയ സത്യം പറഞ്ഞാൽ ഈ സ്ഥലമൊക്കെ പോവും, ഞാൻ ഉൾപ്പെടെ പോവും. ആ നേരെ കാണുന്ന വഴി പരുന്തുംപാറയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞേക്കുന്നത് സത്രത്തിലോട്ടുള്ളതാണ്. ഈ കാണുന്ന പട്ടിക്കുട്ടി ഉണ്ടല്ലോ, ഇവൻ ആക്ച്വലി റോഡിന് നടുക്കായിരുന്നു. പിന്നെ വണ്ടി നിർത്തി ഞാൻ അവനെ സൈഡിലാക്കി ഞാൻ തിരിച്ച് വണ്ടി കയറിയപ്പോഴേക്കും അവൻ വീണ്ടും നടുക്കായി പോയി വീണ്ടും. പിന്നെ അവൻ തിരിച്ച് ഓടിപ്പോയി വീട്ടിലോട്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്കേഴ്സിനെ കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ പോകുന്ന വഴിക്കാണെങ്കിൽ ഈ തേയില നുള്ളുന്ന കുറേ ചേച്ചിമാരെ കണ്ടില്ലേ. ഇപ്പോൾ ഇത് കണ്ടോ, അടുത്ത സെറ്റാണ്. അവർ വീണ്ടും അടുത്ത ചാക്കിലോട്ട് നിറയ്ക്കുകയാണ്. എന്ത് രസമല്ലേ. ഇതൊക്കെ ഫുള്ള് എ വി ടിയുടെ തന്നെയാണ് കേട്ടോ. ദാ ഇവിടെ എ വി ടി എന്ന് എഴുതിയിട്ടുണ്ട്, പറഞ്ഞു തീർന്നില്ല. എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നത് മുന്നേ തന്നെ, അതുകൊണ്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഇവിടെ എ വി ടിയുടെ ചായപ്പൊടിയാണ്, ചായപ്പൊടിക്കുള്ള തേയിലകളാണ് ആ കാണുന്നത്. പിന്നെ നമുക്ക് പോകുമ്പോഴേ അടുത്ത സെറ്റ് ചേച്ചിമാരെ കാണാൻ പറ്റും. ഇവർ ഇതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നവർ തന്നെയാണ്. പിന്നെ ദൂരെ കുറേ മലകൾ കണ്ടോ. ആക്ച്വലി അതൊക്കെ ശബരിമല കാടുകളുടെ പോർഷൻ തന്നെയാണ്. അവിടെ കാന പുലിയൊക്കെ ഉണ്ട്. ദാ അങ്ങനെ ഞങ്ങൾ അരണക്കൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ അരണക്കൽ. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണിത്. ദാ ഇപ്പോൾ കണ്ട മെഷീനില്ലേ, അത് ആക്ച്വലി നമ്മൾ ഈ തേയിലകൾക്കൊക്കെ സ്പ്രേ ചെയ്യാനുള്ള കെമിക്കൽസാണ് അതിൻ്റെ അകത്ത്. ഇത് ഇവിടെ നോക്കി റൈറ്റിലും ലെഫ്റ്റിലൊക്കെ ആൾക്കാരൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് ആക്ച്വലി കേരളത്തിൻ്റെ പോർഷനാണെങ്കിലും ഇവിടെ കൂടുതലും തമിഴന്മാരാണ്, അതാണ് ഇങ്ങനെ. പിന്നെ ഇതാ കാണുന്ന ബസ്സില്ലേ, അത് ആക്ച്വലി സത്രം വരെയുള്ളൂ. സത്രത്തിൻ്റെ അവിടെ നിന്ന് പിന്നെ ഡെഡ് എൻഡാണ് സത്രം, പിന്നെ എയർപോർട്ട് അങ്ങോട്ടൊക്കെയാണ് ബസ് പോണത്. അപ്പോൾ പിന്നെ സത്രം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ തൊഴുതിട്ടാണ് മല കയറി നമ്മൾ ശബരിമല എത്തുന്നത്. അത് ആക്ച്വലി ഫുൾ കാടാണ്. ഓക്കെ, നമ്മളിതാ റൈറ്റ് പിടിച്ച് നമ്മുടെ സൈറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണല്ലേ താഴെ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ രാവിലെ നല്ല അടിപൊളി മഴയൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ല തെളിഞ്ഞ് നിൽക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. എന്ത് രസമായിട്ടാന്ന്. അങ്ങനെ നമ്മൾ വന്നതാ സൈറ്റ് എത്തിയിരിക്കുകയാണ്. ഇതാ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ സൈറ്റ്. എന്ത് രസമാണല്ലേ. രാവിലെ നല്ല മഴയൊക്കെ പെയ്ത് ഭയങ്കര ചെളി പിടിച്ചിരിക്കുന്ന കാണാൻ. ഇതാണ് സെക്കൻഡ് റീച്ച്. നമ്മുടെ ഫസ്റ്റ് റീച്ച് വന്നിട്ട് ഇതാണ്. ഇത് മുമ്പ് ചെയ്ത വർക്കാണ്. അപ്പോൾ ഇത് ഒറ്റ വർക്ക് തന്നെയാണ്. ആ വർക്കിൻ്റെ 2 പാർട്ടായിട്ടാണ് നമ്മൾ റീറ്റെയിനിങ് വോൾ ചെയ്തത്. ഇവിടുന്ന് ദൂരെ നിന്ന് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല, പക്ഷേ ആക്ച്വലി അവിടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമുക്കങ്ങ് ദൂരെ കാണാൻ പറ്റും അല്ലേ നമ്മുടെ ഫസ്റ്റ് റീച്ച്. ഇതാണ് നമ്മുടെ സെക്കൻഡ് റീച്ച്. നമ്മൾ കൂടുതലും ആ പോർഷനിൽ ഇവിടെയായിട്ട് കൊടുക്കാൻ കാരണം വെച്ചാൽ സ്ലൈഡിങ് ചാൻസസ് കൂടുതലുള്ളത് ആ ഭാഗത്തും ഇവിടെ നിൽക്കുന്ന സൈഡിലുമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്തത്. പിന്നെ നമ്മൾ സാധാരണ റീറ്റെയിനിങ് വാളൊക്കെ RCCയിലാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് തന്നെ ഹൈറ്റ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ അത്ര ഡെപ്തും വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ PCC കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് PCC ആണ്. ആക്ച്വലി RCC എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെൻറ്റ്, നമ്മൾ കമ്പി ആഡ് ചെയ്തതാണ് RCC. ഇത് നമ്മൾ കമ്പി ആഡ് ചെയ്യുന്നില്ല, സോ ഇറ്റ്സ് PCC. പിന്നെ നമ്മളെപ്പോഴും RCCക്ക് 20 mm മെറ്റലാണ് യൂസ് ചെയ്യുക. പക്ഷേ ഈ സൈഡിൽ നമ്മൾ PCC ആയതുകൊണ്ട് തന്നെ ഇതൊരു റീറ്റെയിനിങ് വാളും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 20 40 ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ എല്ലാവരും 40 60 ആണ് ആഡ് ചെയ്യാറ്. അഗ്രിഗേറ്റിൻ്റെ അതായത് മെറ്റലിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് 20 40 ആണ്. കാരണം സ്ട്രെങ്ത്ത് കുറച്ചുകൂടെ നമുക്ക് വേണം, അതുകൊണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ഡിസൈൻ ചെയ്യുക, അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഓരോ സൈറ്റ് അനുസരിച്ചും കണ്ടീഷൻ അനുസരിച്ചും മാറാറുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എനിക്ക് വന്നപ്പോൾ കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് റീറ്റെയിനിങ് വാളിൻ്റെ മെഷർമെൻറ്റ്സ് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ. അങ്ങനെ വർക്കിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായ കേട്ടോ. പെട്ടെന്ന് തന്നെ മഴ പെയ്യുന്നു, മഞ്ഞ് വരുന്നു, കാറ്റ്, നല്ല അടിപൊളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടത്തെയൊക്കെ സൈറ്റിൽ വരുമ്പോൾ ഞാൻ ഒരു ട്രിപ്പിംഗ് വൈബ് പോലെയാണ് ഞാനത് എൻജോയ് ചെയ്യാറ്. അടിപൊളി രസമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് ഷീറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ അവിടെ ഫില്ല് ചെയ്യാനായിട്ട്, വെള്ളം അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പേര് തിരിച്ചു പോവാണ്. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുത്താണ് അവിടെ വെച്ച്.
നോക്കിയേ ഇത് നോക്കിയേ എന്ത് പെട്ടെന്നാന്ന് നോക്കിയേ മഞ്ഞിനെ ഇല്ലാതാക്കിക്കൊണ്ട് ആ മഴ അങ്ങ് പെയ്ത് എന്ത് പെട്ടെന്നാന്ന് നോക്കിയാൽ ആ മഞ്ഞൊക്കെ അങ്ങ് പോവുക കുറച്ച് മഞ്ഞ് ഇങ്ങോട്ട് വരിക ഇത് നോക്കില്ലേ എന്ത് രസാ ആദ്യത്തൊക്കെ മഞ്ഞിൽ ഇവിടെ ഇങ്ങനത്തെ ഒക്കെ ഒരു മല ഉണ്ടോയെന്ന് പോലും കാണില്ലായിരുന്നു ഇപ്പം ആ മഞ്ഞൊക്കെ അങ്ങ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോക്കകത്ത് ഭയങ്കര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ അത് ശരിക്കും എന്താ നേരിട്ട് ഞാൻ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഉണ്ടായിട്ടുള്ളത് ഭയങ്കര രസമാണ് ആ ഒരു ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ കാര്യം ഓവർസിയർ ആണെങ്കിലും കൂടുതൽ നമുക്ക് സൈറ്റാണ് കേട്ടോ നേരത്തെ ആ മഴ വന്നപ്പോഴേ മഞ്ഞങ്ങ് ഇല്ലാണ്ടായി ഇപ്പം ആ മഴ പോയപ്പോൾ മഞ്ഞങ്ങ് നല്ല കട്ടയ്ക്ക് വന്നു എന്ത് രസമാണല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ മഞ്ഞും മഴയൊക്കെ പോയിട്ട് സൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് വന്നു അപ്പോൾ നമ്മളിത് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷട്ടേഴ്സ് വെക്കണം അപ്പോൾ ഷട്ടർ ടു ഷട്ടറുള്ള ആ ഒരു ഇന്നർ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് മെഷർമെൻറ്റിൽ ഇത്ര ഗ്യാപ്പ് എന്നൊക്കെ ഉണ്ട് 40 60 70 അങ്ങനെയൊക്കെ പല ഗ്യാപ്പ് വരും അപ്പോൾ നമ്മളിങ്ങനെ ഒരു കമ്പിൽ അതെടുത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും സത്യം പറഞ്ഞാൽ ടാപ്പിനേക്കാളും നല്ല ആക്യുറേറ്റ് ആയിട്ടും കറക്റ്റായിട്ട് കിട്ടുന്നത് നമുക്കിങ്ങനെ ഒരു കമ്പ് വെക്കുമ്പോഴായിരിക്കും കേട്ടോ കാരണം ആ ഒരു ടൈറ്റ്നെസ്സിൽ അത് അവിടെ നിന്നോളും അപ്പോൾ അതനുസരിച്ചാണ് അവർ ചെയ്യുക കാര്യം നമ്മൾ ഈ കമ്പ് വെച്ച് കറക്റ്റായിട്ടുള്ളത് കിട്ടുമെങ്കിലും ഞാൻ ലാസ്റ്റ് ഇവരിതെല്ലാം ഷട്ടർ വെച്ചതിന് ശേഷം ഞാൻ കമ്പ് വെച്ചും ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ടേപ്പ് വെച്ചും ഞാൻ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഏകദേശം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വർക്ക് തന്നെ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഞാൻ എൻ്റെ തലയിൽ എന്തെങ്കിലും കെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല മഞ്ഞാണ് അതുകൊണ്ട് എനിക്ക് അടുത്ത ദിവസം ഡബ്ബിങ് ഉണ്ട് അതുപോലെ തന്നെ നാടകമുണ്ട് അപ്പോൾ എൻ്റെ സൗണ്ടിനൊക്കെ അത് ക്രാക്ക് ആവുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ മഞ്ഞ് കൊണ്ടുള്ളണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് അങ്ങനെ സൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡ് എത്തി ഈ ലെഫ്റ്റിലോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനാണ് കേട്ടോ കുട്ടിക്കാനം കോട്ടയം റൂട്ടില്ലേ അതാണ് ഈ റൈറ്റിലോട്ടുള്ളത് കുമിളി എനിക്ക് കുമിളി ചെന്നിട്ട് വേണം കട്ടപ്പനയ്ക്ക് എത്താനായിട്ട് വീട്ടിൽ ചെന്നിട്ട് എനിക്ക് നാടകത്തിൻ്റെ പ്രാക്ടീസ് ഉണ്ട് സോ അതിന് പോകണം ഞാൻ എല്ലാ ദിവസവും സൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴും സൈറ്റും അതുപോലെ തന്നെ ഓഫീസ് വർക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ നേരെ നാടകത്തിന് പോകട്ടോ എനിക്ക് നാടകത്തിൻ്റെ റിഹേഴ്സലുണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പും എല്ലാ ബസ്സും ഇതുവഴി തന്നെയാണ് വരാറുള്ളത് സോ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുമിളിക്കുള്ള ബസ് കിട്ടി അത് കഴിഞ്ഞ് കുമിളിയിൽ നിന്ന് ഞാൻ കട്ടപ്പനയ്ക്കുള്ള ബസ്സിൽ ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തം 5 ഹെയർ പിൻ ഉണ്ട് അത് കഴിഞ്ഞ് വേണം കട്ടപ്പന എത്താൻ അപ്പോൾ കട്ടപ്പന തന്നെയാണ് എൻ്റെ വീട് അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് റിഹേഴ്സലിന് പോകാനായിട്ട് അപ്പോൾ നാടകത്തിൻ്റെ ഒക്കെ അടുത്ത റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക